നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2024 ഡിസംബർ മാസത്തിൽ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 2024 ഡിസംബർ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 1, പാർട്ട് 2 ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് PDF നോട്ട് നിങ്ങൾക്ക് എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എംഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സിൻ്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും നോട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നേരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ലേറ്റസ്റ്റ് ചോദ്യമാണ്, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടത് ഉത്തരം ഫ്രാങ്കോയിസ് ബെയ്റു എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം, കഴിഞ്ഞ 6 മാസത്തിനിടെ ഫ്രാൻസിൽ 2 പ്രധാനമന്ത്രിമാരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താ, ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഫ്രാങ്കോയിസ് ബെയ്റു. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രാൻസിന്റെ, അതായത് നമ്മൾ മുന്നേ ഒരു കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിരുന്നു, 2024 സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് മൈക്കൽ ബെർണിയർ എന്ന വ്യക്തിയാണ്. മൈക്കൽ ബെർണിയറിന്റെ മന്ത്രിസഭയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആര് വന്നിരിക്കുന്നത്? പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഫ്രാങ്കോയിസ് ബെയ്റു ചുമതലയേറ്റിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളിലൊക്കെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി മൈക്കൽ ബെർണിയർ എന്നായിരിക്കും അല്ലേ? അപ്പോൾ അദ്ദേഹം മാറി, ഫ്രാൻസിൽ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു. തുടർന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രാങ്കോയിസ് ബെയ്റു ആണ്. ഓക്കെ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം, ഇമ്മാനുവൽ മാക്രോൺ. ഓക്കെ, അപ്പോൾ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും മാറരുത്. കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്കായുള്ള പുതിയ മൊബൈൽ ആപ്പാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ സർക്കാർ സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയിട്ടുള്ള ആളുകൾക്കായിട്ട് അവരുടെ സേവനങ്ങൾ മികവുറ്റതാക്കാനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, കേരള പെൻഷൻ ആപ്പ് 2.0. അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്, ഇപ്പോൾ ശരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാണവും മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തി എന്നതിൻ്റെ കാരണത്താലാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് ദേശീയ തലത്തിൽ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ദേശീയ തലത്തിൽ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളാം, ദീനദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് കേട്ടോ. ദേശീയ തലത്തിൽ 2ാം സ്ഥാനമാണ് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ അവസരത്തിൽ തന്നെ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയ കേരളത്തിലെ സ്ഥാപനം. മറ്റൊന്നും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന പുരസ്കാരം അതേപടി കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം എന്നതിനേക്കാളും നിങ്ങൾ ഉപരി ഓർത്ത് വെക്കേണ്ടത് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച നമ്മുടെ കേരളത്തിലെ സ്ഥാപനം, അതാണ് കില എന്ന് പറയുന്നത്. 1990 സ്ഥാപിക്കപ്പെട്ട തൃശ്ശൂരിലെ മുളങ്കുന്നത്ത് കാവിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ കില എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള സ്വയംഭരണാധികാരമുള്ള ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങളും അഥവാ ട്രെയിനിങ്, വളരെ വിദഗ്ധ എന്താ പറയുക
നയപരിപാടികൾ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ ഉപദേശങ്ങളും എല്ലാം നൽകി സഹായിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്തെന്ന് പറയുന്നത് കില എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ തലത്തിൽ തന്നെ 1ാം സ്ഥാനമാണ് കിലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എപ്പോഴും ഇനി അടുത്ത വരുന്ന പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമായി വരുന്ന ഒരു സംഗതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുൻ രാഷ്ട്രപതി കൂടിയായ രാംനാഥ് കോവിന്ദ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ച് കേന്ദ്രമന്ത്രിസഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനുകൾ പ്രധാനമായിട്ടും 2 ഇടങ്ങൾ, ഒന്ന് ലോക്സഭ, മറ്റൊന്ന് സംസ്ഥാന നിയമസഭകൾ അല്ലെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇവിടെ വരുന്നില്ല. പകരം ലോക്സഭ എല്ലാ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ നിയമസഭയുള്ള എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം കേന്ദ്ര മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുകയും അല്ലെ, തുടർന്ന് അതേ സംബന്ധിച്ച് ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ആ അനുമതി നൽകിയ ദിവസമാണ് 12 ഡിസംബർ 2024. അപ്പോ കേന്ദ്ര മന്ത്രിസഭ അഥവാ സെൻട്രൽ ക്യാബിനറ്റ് 12 ഡിസംബർ 2024 അതിന് അനുമതി നൽകുകയും തുടർന്ന് കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ എന്ത് ചെയ്തു, ലോക്സഭയിലാണല്ലോ BJPക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം അവിടെ ഉണ്ട് അല്ലെ. സോ എന്ത് ചെയ്തു, ലോക്സഭയില് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന്റെ ഭാഗമായി അത് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബില്ലായിട്ട് കൊണ്ടുവന്നു അല്ലെ. 129ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന്റെ ഭാഗമായി നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബിൽ ഏതെന്ന് ചോദിച്ചാൽ 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാ 17 ഡിസംബർ 2024. ആരാ അവതരിപ്പിച്ചിരിക്കുന്നത്? എപ്പോഴും അമിത്ഷാ എന്നുള്ള പേര് വന്നാൽ അതിൽ കുത്തും, അങ്ങനെ പോകരുത്. കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചുമതലയാണ് ഇദ്ദേഹത്തിനുള്ളത് നിയമ കാര്യത്തിൽ. ഓക്കെ, അർജുൻ റാം മേഘ്വാൾ. അപ്പൊ ഇങ്ങനെ ലോക്സഭയിൽ കൊണ്ടുവരികയും തുടർന്ന് അതൊരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഇവിടെ വിശദമായ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളുക. JPCയുടെ മുന്നിലാണ് ഇപ്പോൾ ഈ പറയുന്ന ബില്ലുള്ളത്. അതില് ഭരണകക്ഷികളും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും ഉണ്ട്. സോ അവരവിടെ ചർച്ച ചെയ്ത് വേണ്ട രീതിയിലുള്ള നടപടികൾ അവിടെ കൈക്കൊള്ളും JPCയിൽ. ഇനി അടുത്തൊരു ചോദ്യം നോക്കി. 2025 AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ആദ്യമായിട്ട് ലോകത്താദ്യമായിട്ട് അല്ലെങ്കിൽ പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉച്ചകോടി നടന്നത് എവിടെയാ? UK, യുണൈറ്റഡ് കിങ്ഡം ആണ്. തൊട്ടടുത്ത രാജ്യമായ ഫ്രാൻസിലാണ് 2025 AI ഉച്ചകോടി നടക്കാൻ പോകുന്നത്. 2025 AI ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാലോ. സോ ഇവിടെ നമ്മൾ തരുന്ന കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ മതി. വാരി വലിച്ച് ചുമ്മാ എല്ലാ കറണ്ട് അഫയേഴ്സും പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. കേരള PSCയുടെ ഒരു ട്രെൻഡ് ഉണ്ട്. കേരള PSCയുടെ ഹോട്ട് ആയിട്ടുള്ള ചില കണ്ടന്റുകളുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്തെടുത്ത് പോകാനും സാധിക്കും. ഓക്കെ, നോക്കിയേ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, അതിന്റെ ഭാഗമായിട്ട് ഹാജർ രേഖപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുത്തൻ ആപ്ലിക്കേഷൻ ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് അല്ലെ, ജന്മൻ രേഖ ആപ്പ് എന്ന് പറയും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും PSC ചോദിച്ചിരിക്കും ജന്മൻ രേഖ ആപ്പ്. അതായത് ഈ പറയുന്ന തൊഴിലാളികൾ കൃത്യമായി പണിക്ക് വരുന്നുണ്ടോ, അവർ ഈ പറയുന്ന എത്ര ദിവസം പണി ചെയ്യുന്നുണ്ട്, അവർ ചെയ്ത പണിയുടെ കൃത്യമായ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാം. അതായത് വ്യാജമായി നമ്മൾ ക്ലാസ്സിലൊക്കെ പ്രോക്സി വിളിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ വ്യാജമായ ഏതെങ്കിലും രീതിയിൽ ഒരു അറ്റൻഡൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജന്മൻ രേഖ ആപ്പുമായിട്ട് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5 ഭാഷകളിലാണ് ഈ ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി,
അതുപോലെ തന്നെ 3 ദക്ഷിണേന്ത്യൻ ഇതാണ്, അതിൽ കന്നഡ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. തെലുങ്ക്, തമിഴ്, മലയാളം. ഓക്കെ, ഇനി 2024 സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറൻ, അതായത് നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ജേതാവായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഡി ഗുഗേഷ് അഥവാ ദൊമ്മരാജ് ഗുഗേഷ് അല്ലെ. അതായത് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന 18ാമത്തെ വ്യക്തി വെറും 18 വയസ്സുള്ള ഡി ഗുഗേഷ് ആണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാൽ ഇപ്രകാരം കാര്യങ്ങൾ വരും. അതായത് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വെറും 18 വയസ്സ് അല്ലെ. മുന്നേ ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്ന ഗാരി കാസ്പ്രോവിനായിരുന്നു. ഗാരി കാസ്പ്രോവിന്റെ ആ റെക്കോർഡ് മറികടന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന ഒരു ഖ്യാതി ഇദ്ദേഹം നേടിയെടുക്കുന്നത്. ലോക ചാമ്പ്യൻ ആകുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് അല്ലെ. അതായത് നമ്മുടെ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദായിരുന്നു. അദ്ദേഹം ലോക ചാമ്പ്യനായ 25ാമത് വാർഷികത്തോടനുബന്ധിച്ചുണ്ടായ സമയത്താണ് ഈ ഒരു ഖ്യാതി ആര് നേടിയെടുക്കുന്നത്? ഡി ഗുഗേഷ് നേടിയെടുക്കുന്ന. ഇദ്ദേഹത്തിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് സർക്കാർ ഇദ്ദേഹത്തെ ആദരിച്ചു. കോടിക്കണക്കിന് രൂപ സമ്മാന പുരസ്കാരം നൽകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ജേതാക്കൾ. ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 12th ലെവൽ പരീക്ഷയ്ക്ക് ചോദ്യമായിരുന്നതാണ്. 2023 ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇനി നമുക്ക് 2023 ആവശ്യമില്ല, 2024 മതി. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് അല്ലെ ജേതാക്കൾ എന്ന് പറഞ്ഞാൽ ഹരിയാനയാണ്. കേരളം വന്നിട്ട് 6ാം സ്ഥാനത്തേക്ക് പോയി. വേദി വന്നിട്ട് ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് വേദി. ഇനി പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് UN നൽകുന്ന ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്, ഇന്ത്യക്കാരനായ മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ചാമ്പ്യൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ശിശുവാണ് ആദവി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട്ടിലെ ഈ പറയുന്ന കുഞ്ഞിന്റെ മാതാപിതാക്കള് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നായിട്ട് തന്നെ കുഞ്ഞിന് നല്ല ഒരു എന്താ പറയാ ഒരു ബ്രീത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെ വീടിന് ചുറ്റും 1000-ഓളം ഈ പറയുന്ന എന്താ പറയാ ഫലവർഗ ചെടികൾ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ കാർബൺ ന്യൂട്രൽ ആക്കി. ഓക്കെ, സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ചോദ്യം, അതായത് ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ശിശു എന്ന് പറയുമ്പോൾ ഉത്തരം ആദവി. നമ്മൾ വിചാരിക്കും അത് വേറെ ഏതോ ടെസ്റ്റ് ട്യൂബ് ശിശു അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. ഈ പറയുന്ന കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കുഞ്ഞിന്റെ മാതാപിതാക്കൾ 1000-ലധികം ഫലവർഗ ചെടികൾ ഓക്കെ സോ അതെന്ത് ചെയ്തു? വീടിന് ചുറ്റും നട്ടു പിടിപ്പിച്ചു. സോ അതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ബേബി അഥവാ ശിശു എന്നുള്ള പേര് ആദവിക്ക് ലഭിക്കുന്നത്. ഇനി 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി മാസത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ പോകുന്നത് അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന വിശേഷണം ലഭിച്ചിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് $400 ബില്യൺ മേലെ $400 ബില്യൺ മേലെ കൈവശമുള്ള ഒരു സമ്പന്നനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ ബിസിനസ്സുകാരൻ കൂടിയാണ് ഇലോൺ മസ്ക്. ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ പരിപാടിക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി കാര്യമായി സഹായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇലോൺ മസ്ക്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെ ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം മസ്കിന്റെ ബിസിനസ്സിന് വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച സംഭവിച്ചു. മസ്ക് ടെസ്ലയുടെ ഇലക്ട്രോണിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ സിഇഒയാണ്, സ്പേസ് എക്സിന്റെ ഫൗണ്ടറാണ് അല്ലേ. കൂടാതെ പുതുതായിട്ട് നമ്മുടെ എലോൺ മസ്കിന് ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടി ആര് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന ട്രംപ് കൊടുത്തിട്ടുണ്ട് അല്ലെ.
അതായത് ട്രംപ് പ്രസിഡന്റായി വരുന്ന അവസരത്തിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ഇനി ഹെഡ് ചെയ്യാൻ പോകുന്നത് ഇലോൺ മസ്കും മറ്റൊരു ഇന്ത്യൻ വംശജനും കൂടിയാണ്. വിവേക് രാമസ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനും കൂടിയാണ്. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, ബട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കൊള്ളണം. അതായത് ട്രംപ് US പ്രസിഡന്റ് ആകുന്നതോടുകൂടി US ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആകാൻ പോകുന്നത് ആരാണ്? ഇലോൺ മസ്കും അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി, ഇവർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. സിറിയയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് കേട്ടോ. സിറിയ ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു കാണും. ഏഷ്യൻ രാജ്യമായ സിറിയ, അവിടെ കലാപകാരികൾ അഥവാ റിബൽ ഗ്രൂപ്പുകൾ കാര്യമായിട്ട് അവിടെ സൈനിക നീക്കം നടത്തി രാജ്യം പിടിച്ചെടുത്തു അല്ലേ? പിടിച്ചെടുത്തു. അതിന്റെ പ്രസിഡന്റായ ബഷർ അൽ അസാദ് ജീവനും കൊണ്ട് റഷ്യയിലേക്ക് പോയി. റഷ്യ അഭയം കൊടുത്തു. അപ്പോൾ പ്രസിഡന്റാണ് ബഷർ അൽ അസാദ്. ഓക്കെ, ഇപ്പോൾ ബഷർ അൽ അസാദ് അവിടുത്തെ പ്രസിഡന്റ് അല്ല, പകരം അവിടുന്ന് ജീവനും കൊണ്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പോൾ സിറിയയുടെ പുതിയ പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയായിട്ട് ഡിസംബറിൽ ചുമതലയേറ്റത് മുഹമ്മദ് അൽ ബഷീർ ആണ്. മുഹമ്മദ് അൽ ബഷീർ. ഓക്കെ, അത് നോക്കിക്കൊള്ളാം. ഇനി 2034 ഫിഫ ലോകകപ്പ് വേദി, അത് സൗദി അറേബ്യയാണ്. ലേറ്റസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 2022 ലോക ഫിഫ ഫുട്ബോൾ 2022 ഫിഫ ലോകകപ്പിന്റെ വേദി ഖത്തറായിരുന്നു. 2022 നടന്നത് 22ാമത്തെ എഡിഷനാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാം, 2022 22ാമത്തെ എഡിഷനാണ്. ഓക്കെ, ഖത്തറിൽ വെച്ച് നടന്നു. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് മെസ്സിയുടെ അർജന്റീന ലോകകപ്പ് ജേതാക്കളായി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അടുത്ത ഫിഫ ലോകകപ്പ് 2026 എവിടെ വെച്ചാണ് നടക്കുന്നത്? നമുക്ക് നോർത്ത് അമേരിക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ, നോർത്ത് അമേരിക്കയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ 3 രാജ്യങ്ങൾ അല്ലേ? ഏതാ? ഈ പറയുന്ന കാനഡ, USA, മെക്സിക്കോ, ഈ 3 രാജ്യങ്ങളിൽ വെച്ച് സംയുക്തമായിട്ടാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. ഇനി 2030 2 ഭൂഖണ്ഡത്തിലായിട്ടാണ് നടക്കുന്നത്, യൂറോപ്പിലും ആഫ്രിക്കയിലുമായിട്ട്. യൂറോപ്പിലെ 2 രാജ്യങ്ങളായ സ്പെയിൻ, പോർച്ചുഗൽ, അതുപോലെ ആഫ്രിക്കയിലെ രാജ്യമായ മൊറോക്കോ, ഈ 3 രാജ്യങ്ങളിലൂടെയാണ് 2030 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. ഇനി അപ്പോൾ ശ്രദ്ധിക്കണം, 23ാമത്തെ എഡിഷൻ 2026 നടക്കും, 24ാമത്തെ എഡിഷൻ 2030 നടക്കും. എന്നാൽ 25ാമത്തെ എഡിഷനാണ് ഫിഫ ലോകകപ്പിന്റെ 25th എഡിഷൻ ആണ് 2034 നടക്കുന്നത്. സൗദി അറേബ്യയിലാണെന്നുള്ളതും ഓർത്തിരിക്കണം. സോ 2034 നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് എത്രാമത്തെ എഡിഷനാ? 25ാമത്തെ എഡിഷനാണ്. അത് സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇനി വിമതരുടെ സൈനിക നീക്കം ഭയന്ന് രാജ്യം വിട്ട സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിന് അഭയം നൽകിയിരിക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ വ്ളാഡിമിർ പുടിനാണ് അഭയം നൽകിയത്. ഇനി അതുപോലെ തന്നെ ബഷർ അൽ അസാദ് ആ കുടുംബം തന്നെ കാലങ്ങളായിട്ട് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു വിരാമം ഇട്ടു. വധശിക്ഷ നടപ്പാക്കാൻ ഒരു ദിനം മാത്രമുള്ളപ്പോൾ വിമതർ സിറിയയുടെ അധികാരികളായതോടെ മോചിക്കപ്പെട്ട സിറിയൻ എഴുത്തുകാരൻ ബാഷർ ബർഹൂം, അത് എന്ത് വലിയ ഒരു ഭാഗ്യമാണെന്ന് നോക്കിയേ. അതായത് ഇതിന് മുന്നേ തന്നെ 2013-14 കാലഘട്ടത്തിൽ തന്നെ സിറിയയിൽ ഒരു വലിയ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ബാഷർ ബർഹൂം പോലുള്ള വ്യക്തികളെയൊക്കെ, ഒരുപാട് വ്യക്തികളെ അവിടെ ജയിലിൽ അടക്കുകയുണ്ടായി. അപ്പോൾ ബാഷർ ബർഹൂം അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുകയും തുടർന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തെ തടവിലാക്കി. അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിന് ഒരു ദിവസം മുന്നേ എന്ത് ചെയ്തു? ഈ പറയുന്ന വിമതർ രാജ്യം പിടിച്ചെടുത്തു. ബഷർ അൽ ആസാദ് ജീവനും കൊണ്ട് റഷ്യയിലേക്ക് ഓടുകയും ചെയ്തു. അതോടുകൂടി ബാഷർ ബർഹൂം എന്ന സിറിയൻ എഴുത്തുകാരൻ മോചിക്കപ്പെട്ടു. ഇതൊരു ട്രെൻഡിങ് ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത്. ഓക്കെ, ഇനി 2024 MS സുബലക്ഷ്മി സംഗീത പുരസ്കാരത്തിന് അർഹനായത് TM കൃഷ്ണയാണ് കേട്ടോ. നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഞാനിവിടെ 2 കൃഷ്ണമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്
TM കൃഷ്ണ കർണാടക വോക്കലിസ്റ്റാണ്, കർണാടക സംഗീതജ്ഞനാണ് TM എന്ന് പറയുന്നത്. മറ്റൊന്ന് SM കൃഷ്ണയാണ്. SM കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. ഓക്കെ, SM കൃഷ്ണ ഈയിടെ അന്തരിച്ചു, ഡിസംബറിൽ തന്നെ അന്തരിച്ചു. അതുപോലെ TM കൃഷ്ണ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, 2024 MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള സംഗീത പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അർഹതയെ ചോദ്യം ചെയ്തുകൊണ്ട് MS സുബ്ബലക്ഷ്മിയുടെ അടുത്ത ബന്ധു കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ആ ഹർജിയിന്മേൽ സുപ്രീം കോടതി ഈ പുരസ്കാരം വാങ്ങുന്നതിൽ നിന്ന് TM കൃഷ്ണയെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പുരസ്കാരത്തെ തന്നെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, MS സുബ്ബലക്ഷ്മിക്കെതിരെ മുൻകാലങ്ങളിൽ വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ TM കൃഷ്ണ നടത്തിയിട്ടുണ്ട് എന്നതിനാലും അതുകൊണ്ട് തന്നെ MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് കൊടുക്കരുത് എന്ന് കാണിച്ചുകൊണ്ടാണ് ബന്ധുവായ വ്യക്തി ഹർജി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഹർജിന്മേൽ ഈ പറയുന്ന അവാർഡ് ഇപ്പോൾ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് TM കൃഷ്ണയുടെ കാര്യത്തിൽ. ഇനി 2024 ഡിസംബറിൽ അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിയാന മുൻ മുഖ്യമന്ത്രിയാണ്. കർഷക, അതായത് ഹരിയാനയിലെ വലിയ കർഷക കുടുംബമൊക്കെയാണ്, ജാട്ട് കുടുംബമൊക്കെയാണ്. ഇനി 2024 ലോക മനുഷ്യാവകാശ ദിനം, അതായത് ഡിസംബർ 10, അതിൻ്റെ തീം എന്ന് പറയുന്നത് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് കേട്ടോ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇനി 2023 JC ഡാനിയൽ പുരസ്കാരം 2022 ചോദ്യമായിരുന്നു. 2022 പുരസ്കാരം TV ചന്ദ്രൻ, സംവിധായകൻ TV ചന്ദ്രനായിരുന്നു. 2023 JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് ഷാജി എൻ കരുൺ, അതായത് മറ്റൊരു സിനിമാ സംവിധായകനാണ്. നിങ്ങൾക്കറിയാം, കേരള സർക്കാർ നൽകുന്ന സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം തന്നെയാണ് എന്തെന്ന് പറയുന്നത് JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഷാജി എൻ കരുണിനാണ് 2023 പുരസ്കാരം. 2024 പക്ഷേ അത് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത് കേട്ടോ. 2024 2023 പുരസ്കാരം പ്രഖ്യാപിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ 26ാമത് ഗവർണർ. അപ്പോൾ ശ്രദ്ധിക്കണം, ശക്തികാന്ത ദാസ് മാറി. അതുപോലെ ഇപ്പോൾ ആരാ? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. റവന്യൂ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹത്തെയാണ് RBIയുടെ ഗവർണറായിട്ട് 26ാമത്തെ ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇനി 2024 പുരുഷന്മാരുടെ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ബംഗ്ലാദേശാണ്. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു. വേദി വന്നിട്ട് UAE. അപ്പോൾ നമുക്ക് 2024 ഡിസംബർ നോക്കുകയാണെങ്കിൽ 2 അണ്ടർ-19 ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഏഷ്യ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് വരുന്നത്, അല്ലേ, ക്രിക്കറ്റിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, പുരുഷന്മാരുടെ അണ്ടർ-19 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ്, അതായത് 1 ഡേ ഇന്റർനാഷണൽ 50 ഓവർ മാച്ച്, ഓക്കെ, അത് ജയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശാണ്. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു. വേദി വന്നിട്ട് UAE ആണ്. എന്നാൽ 2024 തന്നെ വനിതകളുടെ ആദ്യത്തെ പ്രഥമ അണ്ടർ-19 ഏഷ്യ കപ്പ് 2020, ഇത് 2020 ആണ്. വനിതകളുടെ കാര്യത്തിൽ ഏകദിനം അല്ല, 50 ഓവർ അല്ല, 20 ഓവറിന്റെ ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ക്രിക്കറ്റാണ് നടന്നത്. അതിന്റെ ജേതാക്കളായത് പക്ഷേ ഇന്ത്യയാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. വേദി വന്നിട്ട് മലേഷ്യ. ഇനി നോക്കിയേ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി. അപ്പോൾ മുൻ സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വിരമിച്ചതിന് ശേഷം ഫിജി സുപ്രീം കോടതിയിൽ ജഡ്ജിയായിട്ട് ജോലി നോക്കവെയാണ് ഈ പറയുന്ന മദൻ ബി ലോക്കൂർ, അല്ലേ, ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN-ന്റെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് മദൻ ബി ലോക്കൂർ. സോ ഇദ്ദേഹം ഇന്ത്യയുടെയും ഫിജിയുടെയും സുപ്രീം കോടതി ജഡ്ജിയായിട്ട് പണി ചെയ്തിട്ടുണ്ട്. ഇനി വിയറ്റ്നാം കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ CSB 8005 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കൊച്ചിക്ക് സമീപം നടത്തിയ സംയുക്ത അഭ്യാസത്തിന്റെ പേര് ഈ പറയുന്ന ജോയിന്റ് കോസ്റ്റൽ അല്ലെങ്കിൽ മാരിടൈം എക്സസൈസ് ആണ് എന്തെന്ന് പറയുന്നത് സഹയോഗ് ഹോപ്പ് ടാക്ക് എന്ന് പറയുന്നത്. സഹയോഗ് ഹോപ്പ് ടാക്ക്. അപ്പോൾ വിയറ്റ്നാമും ഇന്ത്യയും തമ്മിലുള്ള കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ മാരിടൈം എക്സസൈസ് ആണ് എന്തെന്ന് പറയുന്നത് സഹയോഗ് ഹോപ്പ് ടാക്ക് എന്ന് പറയുന്നത്. ഇനി 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അഥവാ IFFK ആണ്.
സോ IFFK ബന്ധപ്പെട്ട് 4-5 കാര്യങ്ങൾ നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം നേടിയത് ഫെമിനിച്ചി ഫാത്തിമ അല്ലെ. ഫെമിനിച്ചി ഫാത്തിമ കുറേ പുരസ്കാരങ്ങൾ ഫെമിനിച്ചി ഫാത്തിമ നേടിയിരുന്നു. സംവിധാനം ഫാസിൽ മുഹമ്മദ് ആണ്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം, ഓക്കെ, സോ ഗോൾഡൻ അവാർഡ് നേടിയിരിക്കുന്നത് ബ്രസീലിയൻ ചിത്രമായ മാലു ആണ്. മാലു, സംവിധാനം പെഡ്രോ ഫ്രയറി. സോ അത് നോക്കിക്കൊള്ളാം. മാലു ചിത്രം ബ്രസീലിയൻ ചിത്രമാണ്. ഇനി മികച്ച സംവിധായകനുള്ള രജത ചകോരം, സിൽവർ അവാർഡാണ്. രജത ചകോരം പുരസ്കാരം നേടിയ ഇറാനിയൻ സംവിധായകൻ എന്ന് പറയുന്നത് ഫർഷാദ് ഹാഷ്മിയാണ്. ചിത്രം മീ, മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്നുള്ളതാണ്. എന്നാൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം എന്ന് പറയുന്നത് 2 പേരാണ് നേടിയിരിക്കുന്നത്. 2 പേരും കൂടെ ചേർന്നാണ് ആ സിനിമ ഒരു ചിലിയൻ സിനിമയായ അല്ലെ ദി ഹൈപ്പർബോറിയൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണും അതുപോലെ തന്നെ ജോക്കിൻ കോസിനെയും. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയിരിക്കുന്നത് പായൽ കപ്പാഡിയ. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രം എന്ന് പറയുന്നത് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, മുൻ US പ്രസിഡൻ്റായ ബറാക്ക് ഒബാമയുടെ പോലും വലിയ ഒരു പ്രീതി സമ്പാദിച്ച ഒരു സിനിമയാണ് എന്തെന്ന് പറയുന്നത് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്ന പായൽ കപ്പാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഈ മേളയിൽ വെച്ച് നൽകുകയും ഉണ്ടായി. ഇനി 2024 നിയമസഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്, ഇപ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ. ഈ പറയുന്ന കലാ സാംസ്കാരിക മേഖലയിൽ ഇദ്ദേഹം നൽകിയിട്ടുള്ള, സാഹിത്യ മേഖലയിൽ ഇദ്ദേഹം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് M. മുകുന്ദന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ K. ജയകുമാർ, അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് എന്തെന്ന് പറയുന്നത് പിങ്കള കേശിനി എന്ന് പറയുന്നത് കേട്ടോ, പിങ്കള കേശിനി. അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം K. ജയകുമാർ, അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായ കവിതാ സമാഹാരം എന്ന് പറയുന്നത് പിങ്കള കേശിനിയാണ്. ഇനി 2024 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം R. അശ്വിനാണ് കേട്ടോ. രവിചന്ദ്ര അശ്വിനാണ് എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിട്ടുള്ളത്. ഇനി 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. കൊച്ചിയാണ് വേദി എന്ന് പറയുന്നത്. 2024 ഡിസംബറിൽ ഭൂചലനമുണ്ടായ പസഫിക് ദ്വീപിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ് വനുവാറ്റു എന്ന് പറയുന്നത്, വനുവാറ്റു. ഇനി 2024 ഡിസംബറിൽ ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ച രാജ്യം. അത് വലിയൊരു മാറ്റമാണ്. ഇനി അങ്ങോട്ട് ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാറ്റമാണ് വരാനിരിക്കുന്നത്. കാരണം ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ, ഫലപ്രദമായ വാക്സിൻ എവിടെ കണ്ടുപിടിക്കപ്പെട്ടു? റഷ്യയിൽ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് അല്ലേ, ഇന്ത്യയുടെ IN, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിന്റെ TRV കോഡ് വന്നിട്ട് 01, INTRV 01 എന്നുള്ള പുതിയ കോഡാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ഗൂഗിൾ പുറത്തിറക്കിയ നൂതന AI ടൂളുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ, ഒന്നെന്ന് പറയുന്നത് VO2, മറ്റത് ഇമേജൻ 3 ആണ് അല്ലെ. വീഡിയോ എഡിറ്റിംഗ് ടൂളാണ് VO2, ഇമേജ് എഡിറ്റിംഗ് ടൂളാണ് ഇമേജൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സെപ്പറേറ്റ് ടോപ്പിക് എടുത്ത് പഠിച്ച് അവിടെ എന്തൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനി നടക്കാനിരിക്കുന്നത് എന്ന് നമുക്ക് ഇനിയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മളൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരും. ഓക്കെ, ഇനി ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ, ഏറ്റവും പുതിയ മോഡലാണ് ജെമിനി 2.0. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ, പുത്തൻ മോഡലാണ് എന്തെന്ന് പറയുന്നത് ജെമിനി 2.0. ഡിജിറ്റൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 2024 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരാഖണ്ഡാണ് കേട്ടോ, ഉത്തരാഖണ്ഡ. സോ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ. പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു ഏകജാലക, ദാറ്റ് മീൻസ് ഒരു സിംഗിൾ വിൻഡോ ഓൺലൈൻ പോർട്ടലാണ് ലോക കേരളം എന്ന് പറയുന്നത്. സോ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും ലോക കേരളം എന്ന് പറയുന്ന വെബ് പോർട്ടലിലൂടെ.
ഇനി മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തക, PSC ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴാ 2021 ആ ഒരു സമയത്തൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു സമയത്ത് അല്ലെ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 2020 പത്മശ്രീ നേടിയ പരിസ്ഥിതി പ്രവർത്തക, അവിടെ മരങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി, ആ ചോദ്യം വന്നിട്ടുള്ളതാണ് തുളസി ഗൗഡ. അവരിപ്പോ അന്തരിച്ചു പോയി കേട്ടോ. 2020 പത്മശ്രീ പുരസ്കാരം നേടി മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട്. തുളസി ഗൗഡ കർണാടകക്കാരിയാണ്. ഓക്കെ, ഇനി ഗൗഡ ആ പേരിൽ തന്നെ കന്നഡ ഗൗഡകളാണല്ലോ. 2024 ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 12 ഡിസംബർ 2024 ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷായാണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, നമ്മുടെ ഈ പറയുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണത് വരുന്നത്. സോ സംസ്ഥാനങ്ങളിൽ ഈ ദുരന്ത നിവാരണം വളരെ എഫക്റ്റീവ് ആക്കുന്നത്, മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഒരു ഭേദഗതി ബില്ല് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അവതരിപ്പിച്ചത്. അത് ലോക്സഭ പാസ്സാക്കിയത് 12 ഡിസംബർ 2024. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പാർട്ട് 1 ആണ്, ഡിസംബർ മാസത്തിലെ പാർട്ട് 1 ആണ്. പാർട്ട് 2ലേക്ക് നമുക്ക് കടക്കാം. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.